എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ കർക്കിടക കഞ്ഞിക്കൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കർക്കിടക കഞ്ഞിക്കൂട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കൊരു 200 ഗ്രാം പുന്നല്ല് ചെമ്പാപ്പച്ചരി നന്നായിട്ട് ഒരു 4 വെള്ളം കഴുകിയത് 200 ഗ്രാം വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മൺകലത്തിൽ 200 ഗ്രാം ചെമ്പാപ്പച്ചരിക്ക് നമുക്കൊരു 2 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്. ആ 2 ലിറ്റർ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ കത്തിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കർക്കിടക കഞ്ഞിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 11 ഇനം അരിവർഗ്ഗങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ചമ്പ കുത്തരി എടുത്ത് വെച്ചു, അതൊന്ന്. ഇനി ആവശ്യമുള്ളത് 10 ഇനം മരുന്ന് വർഗ്ഗങ്ങളായിട്ടുള്ള അരിയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ പറയാം. നവരരി, ചെറുപുന്നരി, കൊത്തമ്പാലരി, വിഴാലരി, കാർഗോകിലരി, ഏലത്തരി, അങ്ങനെ 6 അരിവർഗ്ഗങ്ങൾ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. അപ്പം 4 ഇനം അരികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ജീരകം, ഉലുവ, പെരുംജീരകം, മല്ലി. അപ്പോൾ ഈ 4 ഐറ്റങ്ങൾ നമ്മുടെ അടുക്കളയിലുള്ളത് തന്നെയാണ്. അപ്പോൾ 10 ഇനം അരികളായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 10 ഇനം അങ്ങാടി മരുന്നുകളാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 10 ഇനം അരികളും മരുന്നുകൾ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ 20 ഇനം അങ്ങാടി മരുന്നുകളാണ് നമ്മൾ കർക്കിടക കഞ്ഞിക്ക് ചേർക്കുന്നത്. ആശാളി, തിപ്പലി, കാട്ടുതിപ്പലി വേര്, കാട്ടുമുളകിൻ വേര്, കൊടുവേലി, ചുക്ക്, അയമോദകം, ഇന്ദുപ്പ്, ചേറുള, ദേവതാരം. അപ്പോൾ ഇതാണ് നമ്മുടെ 10 ഇനം അങ്ങാടി മരുന്നും 10 ഇനം അരികളും. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ കർക്കിടക കഞ്ഞി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 6 ഇനം അരികൾ പൊടിച്ചാണ് എടുക്കേണ്ടത്. അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞ 4 ഇനം അരികൾ ഉലുവ, ജീരകം, പെരുംജീരകം, മല്ലി. അപ്പോൾ ഈ 4 ഐറ്റവും നമ്മൾ പൊടിക്കാതെ വേണം എടുക്കാൻ. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 6-7 ചെറിയ ഉള്ളിയാണ്. ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ കഞ്ഞിക്ക് സുഗന്ധദ്രവ്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധനങ്ങൾ 3 എണ്ണമാണ്. അത് ഒന്ന് ഏലക്കത്തരിയും പെരുംജീരകവും കൂടെ ചെറുതായിട്ടൊന്ന് ഭസ്മമായിട്ട് പൊടിച്ചത്, പിന്നെ ഒരു 25 ഗ്രാം നെയ്യ്, അത് 3 കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കർക്കിടക കഞ്ഞി കൂട്ടിടുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഒന്നും കൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മൾ കലത്തിൽ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് 4 വെള്ളം കഴുകി വെച്ച ചെമ്പാക്കുത്തരി ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് കഴുകി തിളച്ച വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഈ അരി ഒരു അരവേവാവണം. അരവേവായിട്ടാണ് നമുക്ക് അടുത്ത കൂട്ടുകൾ ചേർക്കേണ്ടത്. അപ്പോൾ കുത്തരി നന്നായിട്ടൊന്ന് അരവേവായി വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 25 ഗ്രാം നെയ്യ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 25 ഗ്രാം നെയ്യിൽ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കണം. നമുക്ക് കഞ്ഞിയിലോട്ട് ചേർക്കാനാണ്. നമ്മളെടുത്ത് വെച്ച 25 ഗ്രാം നെയ്യ് ചെറിയ ഒരു ചീനച്ചട്ടിയിൽ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നമുക്ക് കഞ്ഞിയിൽ വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞി തിളച്ച് അരവേവാകുമ്പോൾ അതിലോട്ട് ചേർത്തെടുക്കാം. നെയ്യിൽ വഴറ്റി ചേർക്കുന്നതാണ് ഇതിൻ്റെ ശരിയായ രീതി. അപ്പോൾ നമ്മൾ കഞ്ഞിക്ക് വെച്ച പുന്നലിൻ്റെ കുത്തരി അരവേവായി. അപ്പോൾ അരവേവാകുമ്പോഴേ നമുക്ക് അതിലോട്ട് ചേർക്കേണ്ട സാധനങ്ങൾ ഒരല്പം മുരിങ്ങയില നമുക്ക് കഞ്ഞിയിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ച പൊടിക്കാതെ ഒരു 4 ഇനം അരിയുണ്ട്. ജീരകം, പെരുംജീരകം, ഉലുവ, മല്ലി, ഈ 4 ഇനം അരി കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ബാക്കി 6 ഇനം അരികളാണ്. അപ്പോൾ ആ 6 ഇനം അരികളുടെ പേര് ഞാൻ ഒന്നും കൂടെ പറയാം. നവരരി, ചെറുപുന്നേരി, കൊത്തമ്പാലരി, വിഴാലരി, കാർഗോകിലരി, ഏലത്തരി, ഈ 6 ഇനം അരികളാണ് നമ്മൾ പൊടിച്ച് ചേർക്കുന്നത്. അത് നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ കൂടെ ഈ അരവേവായ കഞ്ഞിയിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത ഈ 10 ഇനം അരികളുടെ പേര് ബലവർദ്ധനങ്ങളെന്നാണ്. ബലവർദ്ധനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ആമാശയത്തിൻ്റെ ഒരു
ആന്തരികങ്ങളുടെയും ആമാശയത്തിൻ്റെയൊക്കെ ഒരു പുതിയ ഉണർവ് ഈ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയൊക്കെ ഒരു പുഷ്ടി വീണ്ടെടുക്കുക, അതിൻ്റെ രോഗങ്ങൾ മാറ്റിയെടുക്കുക, ശരീരത്തിനൊരു പുതിയ തേജസ്സും ബലവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ബലവർദ്ധനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് ചേർത്ത 10 ഇനം അങ്ങാടി മരുന്നുകളെ അഗ്നിവർദ്ധനങ്ങൾ എന്നാണ് 10 ഇനം മരുന്നുകളെ ചേർത്ത് പറയുന്നത്. അഗ്നിവർദ്ധനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തചംക്രമണം കൂട്ടുക, രക്ത ഓട്ടം കൂട്ടുക, രക്തശുദ്ധി വർദ്ധിപ്പിക്കുക, അതുവഴി നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുക, പൾസ് റേറ്റ് നോർമലാക്കുക. അതുപോലെ ശരീരത്തിൽ മൊത്തത്തിലൊരു നല്ലൊരു എനർജി, ആ മരുന്ന് കൊണ്ടുള്ള പ്രയോജനങ്ങൾ അതാണ്. കോശങ്ങളെ പുനരുദ്ധരിക്കുക, നമ്മുടെ നാഡീഞരമ്പിൻ്റെ വ്യവസ്ഥകളെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ മനസ്സിൻ്റെ ടെൻഷൻ കുറയ്ക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മൾ രണ്ടാമത് ചേർത്ത മരുന്നിനുണ്ട്. കർക്കിടകക്കഞ്ഞി ഏറെക്കുറെ ഇറക്കാനുള്ള സമയമായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഒരു കുറുകിയ പരുവത്തിന് വന്നിട്ടുണ്ട്. 10 ഇനം അരികൾ ചേർത്തിട്ടുണ്ട്. അരികളെല്ലാം തന്നെ നന്നായിട്ട് വെന്ത് കഞ്ഞിയിൽ ചേർന്നിട്ടുണ്ട്. അരി നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള സാധനം, നമ്മൾ നെയ്യിൽ ചെറിയ ഉള്ളി വഴട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്മ ഞാനൊന്ന് നന്നായിട്ട് കുറച്ച് വെക്കുകയാണ്. ചെറിയൊരു തീയിൽ ഇതിന് നമ്മൾ ഈ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കണം. നെയ്യിൽ വറുത്ത ചെറിയ ഉള്ളി നമ്മൾ ചേർത്തു. ഇനി നമ്മൾ സുഗന്ധദ്രവ്യങ്ങളായിട്ട് നമ്മൾ 3 ഇനം സാധനം പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഏലക്കത്തരിയും പെരുംജീരകവും കൂടെ പൊടിച്ചത്, അതൊരു ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ കൂടെ ഈ കഞ്ഞിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ അണയ്ക്കാൻ ഇനി തീയുടെ ആവശ്യമില്ല. കഞ്ഞി വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ മരുന്നിൻ്റെയൊക്കെ ഒരു ഗുണം വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരല്പം ഉപ്പാണ്. പേരിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപ്പൊന്നും ചേർക്കരുത്. രുചിക്ക് വേണ്ടിയിട്ടുള്ള കണക്കിലുള്ള ഉപ്പും ചേർക്കാൻ പാടില്ല. ഒരല്പം ഉപ്പ്, 2-3 നുള്ള ഉപ്പ് മാത്രം ചേർക്കാവൂ. ഉപ്പ് ചേർക്കാതെ കുടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഗുണമാണ്. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞിക്കൂട്ട് റെഡിയായി. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലോ പശുവും പാലോ ഒക്കെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ പാല് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള അങ്ങാടി മരുന്നിൻ്റെ എല്ലാം ആ ഒരു എഫക്റ്റ് നമുക്ക് നഷ്ടപ്പെടും. കർക്കിടക കഞ്ഞി ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഗുണമുള്ളതാണ്. നമ്മൾ പുറത്തു നിന്ന് പാഴ്സലൊക്കെ വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കഞ്ഞിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ഗുണം കുറവായിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. കഞ്ഞി നന്നായിട്ട് കുറുകി. കർക്കിടക കഞ്ഞിയിൽ ഔഷധം ചേർത്തായിരുന്നാലും അല്ലാതെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അങ്ങാടി മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും പൊതുവായിട്ട് അതിന് 10 നല്ല ഗുണങ്ങളുണ്ട്. ആ 10 നല്ല ഗുണങ്ങൾ കൂടെ ഞാനന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അങ്ങാടി മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള 10 ഗുണങ്ങൾ ഇതൊക്കെയാണ്. രഹിതമായ സന്ധികളെ അയവുള്ളതാക്കുന്നു, ശരീരത്തിൻ്റെ നാഡീ വ്യവസ്ഥയെ ബലപ്പെടുത്തുന്നു, രക്തപര്യന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു, അതായത് രക്ത ഓട്ടം വർദ്ധിപ്പിക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങൾക്കും ഉണർവ് നൽകുന്നു, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നമുക്കൊരു എനർജി ഉണ്ടാക്കി തരുന്നു, ശരീരത്തിൻ്റെ ദുർമേധസ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും, മറ്റുള്ള വണ്ണം, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെയുള്ള ദൈനംദിന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും. ത്വക്കിൻ്റെ ഭംഗിയും വടിവും കൂടും. ആന്തരിക അവയവങ്ങളുടെ ശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കും. നമ്മുടെ ആ ദഹന വ്യവസ്ഥയായിരുന്നാലും ശരീരത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി സന്ധികൾക്കൊക്കെ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റും. ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കുന്നു. ശരീരത്തിന് നല്ല ഒരു ഉന്മേഷം ഉണ്ടാക്കിത്തരാൻ ആയുർവേദത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. മാനസിക സംഘർഷം കുറയ്ക്കുന്നു. മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ മരുന്നിനൊരു പ്രത്യേക പവർ തന്നെയുണ്ട്.
അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ശരീരചലനത്തിൻ്റെയും ഒക്കെ ഒരു ഏകാഗ്രത വർദ്ധിപ്പിച്ച് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളും കർക്കിടക കഞ്ഞി ഇതുപോലെ വീട്ടിൽ സ്വന്തമായിട്ട് തയ്യാറാക്കി കഴിക്കണം. കർക്കിടക കഞ്ഞി വെച്ച് കഴിക്കുമ്പോൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 5 ദിവസമോ 7 ദിവസമോ ഒക്കെ കർക്കിടക കഞ്ഞി തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണം പ്രത്യേകിച്ച് തന്നെയാണ്. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാൻ കഴിയും. കർക്കിടക കഞ്ഞി കൂട്ട് കഴിക്കുന്ന ദിവസങ്ങളിൽ പരമാവധി മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെറും വയറ്റിൽ കർക്കിടക കഞ്ഞി കുടിക്കാൻ ശ്രമിക്കുക. 1-2 പ്രാവശ്യം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്.